നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ഡിസംബർ മാസം 12-ാം തീയതി 1201 ആണ്ട് വൃശ്ചിക മാസം 26-ാം തീയതി വെള്ളിയാഴ്ച. ഇന്നത്തെ നക്ഷത്രം വന്നിരിക്കുന്നത് ഉത്രൻ നക്ഷത്രമാണ്. ഉത്രൻ നക്ഷത്രം ശുഭ നക്ഷത്രമാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ നക്ഷത്രമാണ് ഇന്ന്. അപ്പോൾ ശുഭനക്ഷത്രം, ശുഭദിനം. അപ്പോൾ ഇന്നത്തെ ദിവസവും നിങ്ങൾക്ക് വളരെ സന്തോഷപ്രദമായ ദിവസമാണ്. ശുക്രൻ എപ്പോഴും സൗഭാഗ്യത്തെയും സന്തോഷത്തെയും പ്രദാനം ചെയ്യുന്ന ദശാനാഥനാണ്. അതുകൊണ്ടാണ് ശുക്രദശ വരുമ്പോഴും ഒക്കെ എല്ലാവരും പറയും അവർക്കിപ്പോൾ ശുക്രദശയാണ്. കാരണം അവരെ ബാക്കിൽ നിന്ന് പോയിട്ട് കാര്യമില്ല. അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ദശാനാഥനാണ് ശുക്രൻ. ഇപ്പോൾ ശുക്രൻ്റെ ദിവസമാണ് ഇന്ന് തന്നിരിക്കുന്നത്. അതുപോലെ വൃശ്ചിക മാസത്തിലെ ഉത്തര നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ബർത്ത്ഡേ കൊണ്ട് ചിന്തിക്കുന്നത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഐശ്വര്യപ്രദമായ ഒരു വർഷത്തെയാണ് നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തന്നിരിക്കുന്നത്. സാമ്പത്തിക പുരോഗതിക്കും ഐശ്വര്യത്തിനും ഉന്നതിക്കും ഒക്കെ സമാധാനത്തിനും ഒക്കെ ഇടവരുത്തും. പ്രധാനമായിട്ട് മംഗല്യം നടക്കാതിരിക്കുന്നവർക്ക്, വിവാഹം നടക്കാതിരിക്കുന്നവർക്ക് വിവാഹാദി കാര്യങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ്. അതുപോലെ മക്കളുടെ വിവാഹം നടത്തിക്കൊടുക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് മക്കളുടെ മംഗല്യം നടത്തിക്കൊടുക്കാൻ പറ്റും. അച്ഛനമ്മയുടെ സമയം വളരെ പ്രാധാന്യമുണ്ട് മക്കളുടെ കാര്യത്തിൽ. മക്കളുടെ സമയം മാത്രമല്ല, പേരൻസിന് സമയം കൊള്ളൂല എങ്കിലും മക്കളുടെ കല്യാണം ഡിലേ വരും. കാരണം നമ്മളാണ് നടത്തി കൊടുക്കേണ്ടത്. ഏറ്റവും സന്തോഷിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ മാതാപിതാക്കളാണ് മക്കളുടെ വിവാഹത്തിൽ. അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ആയിട്ട് നിൽക്കുന്നവർക്ക് അത് പരിഹരിക്കാൻ പറ്റുന്ന വർഷമാണ്. അതുപോലെ വീട് വെക്കാനോ വാഹനം വാങ്ങാനോ ഒക്കെ ശ്രമിക്കുന്നവർക്കും ഏറ്റവും അനുകൂല അന്തരീക്ഷം ഉണ്ടാവും. അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കണം. രാവുകാലം ശരിക്ക് 10:30 മണി മുതൽ 12 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇന്ന് രാവുകാല സമയം 10:30-ക്കല്ല, 10:52 തുടങ്ങുള്ളൂ. 12 മണിക്ക് തീരൂല, 12:18 രാവുകാലം അവസാനിക്കുകയുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ചോളുക. രാവുകാലം നോക്കി ശുഭയാത്രയ്ക്ക്, ശുഭ ദിവസമാണ്, ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാവുകാലം നോക്കി ഇറങ്ങുക. അതുപോലെ ഗുളികനും യമകണ്ഠനും എല്ലാ ദിവസവും ഉണ്ട്. അവരുടെ യാത്രാവേളയിൽ ചെന്ന് പെടാതിരിക്കുക. ആ സമയം ശുഭകാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. അപ്പോൾ ഗുളികൻ്റെ ബന്ധം നിൽക്കുന്ന കാലഘട്ടം 8:01 തൊട്ട് 9:27 വരെയും, യമകണ്ഠൻ്റെ സമയം 3:10 തൊട്ട് 4:35 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കാതിരിക്കുക. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. 11:54 ആരംഭിക്കും. 12:42 വരെ അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. ചുവന്ന വസ്ത്രം വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഭാഗ്യദായകമായ അവസ്ഥയെ കൊടുക്കും. നമ്മളിലേക്ക് ശുക്രൻ്റെ പോസിറ്റീവ് എനർജി വലിച്ചെടുക്കാനും നെഗറ്റീവ് പുറന്തള്ളാനും സഹായിക്കും. കുറച്ചുകൂടി ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അത് വീട്ടിലിരുന്നാലും ശരി, നമ്മൾ പുറത്ത് പോയാലും ശരി, വസ്ത്രധാരണം ശ്രദ്ധിച്ചോളുക. ഇന്നത്തെ ദിവസം അസുരഗുരുവിൻ്റെ അനുഗ്രഹത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.